ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് അല്ല, ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ രാവിലെ ഉറക്കമൊക്കെ എണീറ്റു. ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ്. മോൻ ഇന്ന് ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന ദിവസമാണ് കേട്ടോ. അവന് എണീറ്റിട്ടില്ല, ഇത് കിടന്ന് ഉറങ്ങുന്നതേ ഉള്ളൂ കേട്ടോ. പക്ഷെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ. മറ്റേ നേരെ അവന് സ്കൂളിൽ ചേർത്ത വീഡിയോ കാണിച്ചപ്പോഴത്തേക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവൻ്റെ സാധനങ്ങളൊക്കെ അവൻ എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുകളിലത്തെ നിലയിലാണ് കൊണ്ടുവച്ചേക്കുന്നത്. താഴെ വെച്ച് നിന്നപ്പോഴത്തേക്കും എല്ലാ ദിവസവും അവൻ ബുക്കും അവൻ്റെ യൂണിഫോം ഒക്കെ എടുത്ത് പുറത്തിടുമായിരുന്നു കേട്ടോ, പാത്രങ്ങളൊക്കെ. അങ്ങനെ അതെടുത്ത് ഞാൻ മുകളിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും അതൊക്കെ കൊണ്ടവന് സ്കൂളിൽ പോകാനുള്ള ദിവസമാണ്. അവൻ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ബാക്കി കാര്യം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അവൻ എന്തൊക്കെയാണ് വാങ്ങിയെന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അവൻ അഡ്മിഷൻ എടുക്കാൻ പോയ ആ വീഡിയോയ്ക്കകത്ത്. അതിനകത്ത് കാണിക്കാത്തൊരു സംഭവം ഉണ്ട് കേട്ടോ. ഒരു കുടയാണ് കേട്ടോ. അവന് കുട പിന്നീടാണ് വാങ്ങിയത്. അപ്പോൾ ഇതാണ് ആ കുട. അവനിത് ഒത്തിരി ഇഷ്ടമായി. പിന്നെ എല്ലാ സാധനത്തിനകത്തും പേരെഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ കുടയ്ക്കകത്ത് ഞാൻ പേരെഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുഞ്ഞു പിള്ളേരല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തായാലും മാറും. പിന്നെ അവൾക്ക് ബാഗിനകത്ത് ഒരു ജോഡി ഡ്രസ്സ് കൂടെ വെച്ചേക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ജോഡി ഡ്രസ്സ് കൂടി ഇങ്ങനെ ഒരു പാക്കറ്റിനകത്താക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവനെ റെഡിയാക്കുന്ന തിരക്കുന്നുണ്ട്. എൻ്റെ റൂമാണെങ്കിൽ ഭയങ്കര ഇടുങ്ങിയ റൂമാണ്. അവന് ഒത്തിരി സാധനങ്ങളൊക്കെ ഉള്ളപ്പോഴത്തേക്കും ഭയങ്കര ഇടുക്കമാണ് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അവനെ റെഡിയാക്കാനാണ് ഒത്തിരി പാടുപെട്ടത് കേട്ടോ. കാര്യം ഒരു ഷർട്ടിടും അങ്ങോട്ടോടും, പിന്നെ പാൻറ്റിടും അങ്ങോട്ടോടും, അങ്ങനെ ഭയങ്കര പാടായിരുന്നു റെഡിയാക്കാനായിട്ട്. അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. ഒരു ഡ്രസ്സിട്ട് ഒരിടത്തോട്ട് കൊണ്ടുപോകാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി റിസ്ക്കുള്ള കാര്യം തന്നെയാണ്. അത് വരാൻ ഇൻട്രസ്റ്റൊക്കെ തന്നെയാണ്. അവസാനം ഞാൻ പറയും, നീ വരുന്നില്ലല്ലോ, പൊക്കോ, ഇനി എനിക്ക് വയ്യ എന്ന് പറഞ്ഞിട്ട് പോവും. അപ്പോഴത്തേക്കും ഓടി വരും, പിന്നെ മര്യാദയ്ക്ക് നിൽക്കും കേട്ടോ. അതാണ് സാധാരണ എല്ലാ ദിവസവും നടക്കാറ്. ഇപ്പോഴും അത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ അവസാനം സോക്സൊക്കെ ഇടുകയാണ്. എന്താവും എന്ന് ഒരു പിടിയും ഇല്ല. കാര്യം എന്തുവാ, ഇവൻ സോക്സൊക്കെ ഇട്ടിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് മമ്മി എനിക്ക് ചൂടെടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഊരിക്കളയും. അതാണ് അവൻ്റെ സ്വഭാവം. സോക്സും ഷൂസൊക്കെ ഇടുമ്പോഴത്തേക്കും അതാണ് അവസ്ഥ. ഇന്നിനിപ്പോൾ സ്കൂളിൽ പോയിട്ട് എന്താവും എന്നുള്ളതൊന്നും അറിയത്തില്ല. നമുക്ക് നോക്കാം. അവന് ഷൂസ് വാങ്ങിയപ്പോഴേക്കും കുറച്ച് വലിപ്പമുള്ള ഷൂസ് നോക്കിയാണ് വാങ്ങിയത്. പെട്ടെന്ന് നീളം വയ്ക്കുന്നുണ്ട് അവൻ ഇപ്പോൾ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചെരുപ്പുകളൊക്കെ മാറ്റേണ്ടി വരുന്നു. അതുകൊണ്ട് ഷൂസ് ഇച്ചിരി നീളമുള്ളത് വാങ്ങി. പിന്നെ ഇങ്ങനെ തന്നെ നമുക്ക് സ്റ്റിക്ക് ചെയ്ത് വെക്കാവുന്നതുകൊണ്ട് കാലിൽ നിന്ന് ഊരിപ്പോകത്തില്ല എന്നൊരു ധൈര്യമാണ്. പിന്നെ അവൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. അത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ സ്കൂൾ ബസ്സിലല്ല വിടുന്നത്. ഇന്ന് അവനെ കൊണ്ടുവിടുകയാണ് ചെയ്യുന്നത് കേട്ടോ. കാര്യം ഫസ്റ്റ് ഡേ ആയതുകൊണ്ട്. തിരിച്ചു വരുമ്പോൾ സ്കൂൾ ബസ്സിലൊക്കെ വിടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനങ്ങനെ പറഞ്ഞിട്ട് വരാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാം ചോറും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ടവലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ അവൻ റെഡിയായി കഴിഞ്ഞു. പിന്നെ ഞാൻ റെഡി ആയിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഡ്രസ്സ് ഇതുവരെ ഇല്ല. ഈ മോഡൽ എനിക്ക് ആദ്യമായിട്ടാണ് കിട്ടുന്നത് കേട്ടോ. കാര്യം ഇതെനിക്ക് വാങ്ങി തന്നത് മമ്മിയാണ്. എനിക്ക് ഇന്നലെ മമ്മി എടുത്ത ഡ്രസ്സാണ് കേട്ടോ. എന്തിനാണ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നാളത്തെ വീഡിയോയിൽ പറയാം. നാളെ എന്തായാലും ഒരു വീഡിയോ ഉണ്ടാവും. അപ്പോൾ ആ വീഡിയോയിൽ പറയാം. അപ്പോൾ ഈ ഡ്രസ്സൊക്കെ ഇടുമ്പോഴത്തേക്കും ആ ഡെലിവറി കഴിഞ്ഞപ്പോൾ ആ വണ്ണമുള്ള എന്നെ ഞാൻ ഓർക്കും കേട്ടോ വല്ലപ്പോഴും ഒക്കെ. കാര്യം ആ വണ്ണം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ ഈ ഡ്രസ്സ് ഇടുമായിരുന്നു എന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്. പക്ഷേ എന്നാലും നമ്മൾ ഹാർഡ് വർക്ക് ഉണ്ടെങ്കിൽ എന്ത് നേടിയെടുക്കാമെന്ന് വേണ്ടിയില്ലേ. അതുപോലെ ഞാൻ കഷ്ടപ്പെട്ട് നേടിയെടുത്തതാണ് കേട്ടോ എൻ്റെ ഈ ബോഡി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത്രയും അധ്വാനിച്ചിട്ടുണ്ട് ഇങ്ങനെ മെലിയാനായിട്ട്. അങ്ങനെ ഇന്ന് ഫസ്റ്റ് ഡേ ആണ്. ഞാൻ മമ്മയും പപ്പയും കൂടെ വിളിച്ചു കേട്ടോ. മമ്മിയൊക്കെ മടിച്ചു ആദ്യം. നിങ്ങൾ രണ്ടുപേരും പോയി ആക്കിയ പോരെ. ഞാൻ പറഞ്ഞില്ല, അവരുടെ കൂടെ വരണം. എനിക്ക് ആഗ്രഹമായിരുന്നു കേട്ടോ അവരുടെ കൂടെ വരണമെന്ന്. കാര്യം നമ്മളെ സ്കൂളിൽ കൊണ്ടുവിട്ടിട്ടുണ്ട്. അതുപോലെ കൊച്ചുമോനെ കൊണ്ടുവിടാൻ അവർക്ക് ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പോൾ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു അവരെയും കൂടെ കൂട്ടണമെന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഡേ ഇന്നേ കാണാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഫസ്റ്റ് ഡേ ആയിട്ട് അവനെ പ്രാർത്ഥിച്ചൊക്കെ പപ്പതേ വിടാണ് കേട്ടോ. അപ്പോൾ ഇനി ഞങ്ങൾ നേരെ പോകുന്നത് അപ്പച്ചനെ കാണാൻ. അപ്പച്ചനെന്ന് പറയുന്നത് എൻ്റെ പപ്പയുടെ പപ്പയാണ് കേട്ടോ.
ഇത് ഇപ്പോൾ കാണുന്നത് എൻ്റെ മമ്മിയുടെ അമ്മയാണ്. ഇതെൻ്റെ മമ്മിയുടെ അമ്മയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളതേ ഇറങ്ങി റോഡിലൂടെ നടക്കുകയാണ്. തൊട്ടടുത്ത് തന്നെയാണ് അപ്പച്ചൻ്റെ വീട്. അപ്പോൾ അത് കൊച്ചിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. ഇളയ കൊച്ചിൻ്റെ കൂടെയാണ് താമസിക്കുന്നത് കേട്ടോ. നമ്മൾ 3 സഹോദരങ്ങൾ അടുത്തടുത്താണ് വീട് വെച്ചിട്ടുള്ളത്. എൻ്റെ പപ്പയാണ് മൂത്തതാണ് കേട്ടോ. അപ്പോഴത്തേക്കും എനിക്ക് 2 കൊച്ചന്മാരാണ് എൻ്റെ വീടിനടുത്തുള്ളത്. അപ്പച്ചൻ ദേ ഇവിടെ കടയിലിരിക്കുന്നുണ്ടായിരുന്നു. കാര്യം അവർക്ക് കടയുണ്ട്. അപ്പോൾ അവിടെ രാവിലെ ആയപ്പോഴത്തേക്കും അപ്പച്ചൻ ദേ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ സ്കൂളിൽ പോകാമെന്നൊക്കെ പറഞ്ഞ് അപ്പച്ചനോട് ബൈയൊക്കെ പറഞ്ഞത് ഇറങ്ങാൻ കേട്ടോ. അവൻ ഇറങ്ങിയിട്ട് ഈ കാറിനടി നോക്കുന്നത് വേറൊന്നുമല്ല. ഒരു ദിവസം ഇങ്ങനെ ഞാൻ കാർ അങ്ങോട്ട് വീട്ടിനകത്തോട്ട് കയറ്റിയിട്ട് കേട്ടോ. നമുക്ക് അകത്ത് കാർ പാർക്കിംഗ് ഏരിയ എന്ന് പറയുന്നത് കാർ പോർച്ച് ഇല്ല, അല്ലാണ്ട് ഇവിടെ സ്ലോപ്പാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ, അങ്ങോട്ട് കയറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനടിയിൽ നോക്കിയിട്ട് മമ്മി കാറിനടിയിൽ എന്തുവാന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ എഞ്ചിനാണെന്ന് പറഞ്ഞു കൊടുത്തു കേട്ടോ. അതിനുശേഷം എല്ലാം കാറിനടിയിൽ ഇങ്ങനെ നോക്കി, കാറിനടിയിൽ എഞ്ചിനുണ്ട്, കാറിനടിയിൽ എഞ്ചിനുണ്ട് അങ്ങനെ പറയായിരുന്നു കേട്ടോ. അതാണ് അവൻ കാറിനടിയിൽ നോക്കിയത്. അപ്പോൾ ദേ കാറിനകത്ത് കയറാൻ കേട്ടോ. കാറിനകമൊക്കെ വൃത്തിയാക്കിയിട്ട് കുറച്ച് നാളേ ആയുള്ളൂ. കാര്യം ഇപ്പോൾ അടുപ്പിച്ച് വൃത്തിയാക്കിയാലും വീണ്ടും ഇവനുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് അഴുക്കാവും കേട്ടോ. പെട്ടെന്ന് തന്നെ എന്തെങ്കിലുമൊക്കെ കഴിക്കുമ്പോൾ നല്ല പേപ്പറും അവൻ കളിക്കുന്ന സാധനങ്ങളല്ലേ എല്ലാം ഇട്ട് ഇങ്ങനെ അഴുക്കാക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മണ്ണൊക്കെ മാറ്റി വൃത്തിയാക്കാറുണ്ട്. അങ്ങനെ ഞാനിങ്ങനെ സ്കൂളിൽ എന്നെ കൊണ്ടുപോകണം. ഇന്ന് ഡ്രൈവ് ചെയ്യുന്ന പപ്പയാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ പപ്പ എടുത്ത് പറഞ്ഞു, പപ്പ ഡ്രൈവ് ചെയ്തോളാൻ പറഞ്ഞു. കാര്യം എനിക്ക് എപ്പോഴും വണ്ടി ഡ്രൈവ് ചെയ്യുന്നതാണ് ഇഷ്ടം. എനിക്കിങ്ങനെ പ്രത്യേകിച്ച് ബാക്കിലിരിക്കുന്ന ഇഷ്ടമല്ല. ഇന്ന് പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ബാക്കിലിരുന്നത് കേട്ടോ. ഇരുന്നാലും ഡ്രൈവ് ചെയ്യാതിരുന്നാലും എനിക്ക് ഫ്രണ്ടിലിരിക്കുന്നതാണ് ഇഷ്ടം. അങ്ങനെ ഞങ്ങൾ കൊറ്റാമത്തെ ഫാത്തിമ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഇച്ചിരി നേരം കൂടെ കഴിഞ്ഞാൽ നമ്മൾ ഫാത്തിമ സ്കൂളിൽ എത്തും. അപ്പോൾ എൻ്റെ അച്ഛൻ നമ്മുടെ കൂടെ ഇല്ല വരുന്നത്. കാര്യം അച്ഛൻ സെപ്പറേറ്റ് സ്കൂട്ടിയിലാണ് വരുന്നത്. കാര്യം വേറെ ഒന്നും കൊണ്ടല്ല, ഞങ്ങളൊക്കെ ആണെങ്കിൽ അവിടെ എത്തിയിട്ട് കുറേ സംഭവങ്ങളെല്ലാം കഴിഞ്ഞാൽ പിന്നെ അവിടെ പാരൻസ് മീറ്റിംഗ് കഴിഞ്ഞ് അവിടെ ആക്കിയിട്ട് വന്നാലും നമ്മൾ കുറേ നേരം അവിടെ നിന്ന് കറങ്ങി കാര്യം പറഞ്ഞിട്ടൊക്കെ വരത്തുള്ളൂ എന്ന് അച്ഛനറിയാം. അച്ഛന് ഉടനെ തന്നെ തിരിച്ചു വരണമായതുകൊണ്ട് അച്ഛൻ പറഞ്ഞു അച്ഛൻ സ്കൂട്ടിയിൽ വന്നോളാം, സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അച്ഛൻ തന്നെ ഉടനെ തിരിച്ചു വന്നോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മളത് ഫാത്തിമ സ്കൂളിൽ എത്തിയിട്ടുണ്ട്. അവിടുത്തെ 2 സ്കൂൾ ബസ് സ്കൂളിനകത്തോട്ട് കയറുന്ന ഒരു തിരക്കിലാണ് കേട്ടോ. അപ്പോൾ നമ്മളത് ഇവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യായിരുന്നു. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി പാർക്ക് ചെയ്തിട്ട് ഇനി താഴോട്ട് പോകണമായിരുന്നു. അങ്ങനത്തെ ഇവിടെ ഇറങ്ങിയിട്ട് നിൽക്കാനുണ്ട്. അച്ഛൻ സ്കൂട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവന് കുട വേണമെന്ന് പറഞ്ഞു. കുടയൊക്കെ പിടിച്ച് പോകാനായിട്ട് ഭയങ്കര എക്സൈറ്റഡായിട്ട് നിൽക്കുകയായിരുന്നു. അപ്പം മഴയില്ല മോനെ, കുട വേണ്ടെന്ന് പറഞ്ഞിട്ടും ഇല്ല എനിക്ക് കുട വേണം, കുട പിടിച്ച് പോകണമെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് പിന്നെ കുടയൊക്കെ എടുത്ത് കൊടുത്തു കേട്ടോ. അങ്ങനെ അവൻ കുടയൊക്കെ പിടിച്ച് നടന്ന് പോവാണ്. നല്ല രസമാണ് നടന്ന് പോകുന്ന കാണാനായിട്ട്. അങ്ങനെ കുറച്ച് താഴോട്ടാണ് ഇവരുടെ സ്കൂള്. ഈ മുകളിൽ ഇരിക്കുന്ന സ്കൂള് വലിയ പിള്ളേരാണ് കേട്ടോ. കുഞ്ഞു പിള്ളേർക്ക് ഈ കോമ്പൗണ്ടിനകത്ത് ഈ സ്കൂളാണ് കേട്ടോ. സെപ്പറേറ്റ് ഗേറ്റും ഈ വലിയ കോമ്പൗണ്ടിനകത്ത് തന്നെ പിന്നെ ഒരു കോമ്പൗണ്ട് ഉണ്ട്. അങ്ങനെ അവൻ്റെ സ്കൂളിലെത്തി. അവൻ ഭയങ്കര എക്സൈറ്റഡാണ്, ഭയങ്കര സന്തോഷമാണ്. ഈ ഒരു ആംബിയൻസ് കാണുമ്പം തന്നെ അത്യാവശ്യം കുറേ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. പിന്നെ ചില പിള്ളേരൊക്കെ മാത്രം, അതായത് എനിക്ക് തോന്നുന്നു അംഗൻവാടിയിലൊക്കെ പോകാത്ത പിള്ളേരായിരിക്കും വന്നിരുന്ന് കരയുന്നത്. കുറേ പിള്ളേർ കരച്ചിലൊക്കെ ഉണ്ടാവുന്നത്. പക്ഷെ അവൻ വന്നപ്പോൾ തന്നെ അവന് ഭയങ്കര ഇഷ്ടമായി. അവന് ഇനിയിപ്പോൾ തിരിച്ചു വരുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം മാത്രം അറിഞ്ഞാൽ മതി. കാര്യം വന്നപ്പോൾ തന്നെ ഓടിച്ചാടി പോവാണ്. അവന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അവൻ എല്ലായിടത്തും ഇങ്ങനെ നോക്കുന്നുണ്ട് എന്തൊക്കെയാണുള്ളതെന്നൊക്കെ. ഇത് നിങ്ങൾക്ക് മനസ്സിലാവില്ല അവൻ എത്രത്തോളം ഹാപ്പിയാണെന്നുള്ളത്. സ്കൂള് കണ്ടപ്പോൾ തന്നെ ഉള്ള അവൻ്റെ ആ ഒരു ഹാപ്പിനെസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പം ഒരു വലിയ ഹോളിനകത്ത് നമ്മൾ കയറിയപ്പോൾ തന്നെ ഇതിനകത്ത് ഫുൾ ടോയ്സൊക്കെയാണ് കേട്ടോ. അവൻ്റെ ആദ്യമേ തന്നെ വന്നിട്ട് ഒരു ട്രൈസൈക്കിൾ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതിനകത്ത് ഫുൾ ഇതേപോലെ ഡ്രോയിങ്സൊക്കെയാണ് കേട്ടോ. കുഞ്ഞു പിള്ളേർക്ക് എന്തായാലും നന്നായിട്ട് ഇഷ്ടമാവുന്ന രീതിക്കാണ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ നിൽക്കുന്നതാണ് എൻ്റെ മമ്മി. പിന്നെ ഈ കാണുന്നതാണ് എൻ്റെ പപ്പ. അപ്പോൾ ഈ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ ഒരു കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞു ഗ്രൗണ്ടുണ്ട്. അതിനും റൂഫുണ്ട് കേട്ടോ. കാര്യം വെയിലൊന്നും അടിക്കാതിരിക്കാൻ വേണ്ടി പിള്ളേരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് റൂഫൊക്കെ ഉണ്ട്. അതിനകത്താണ് റൈഡും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുള്ളത്, അവർക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ളത്. എന്തായാലും നല്ല സേഫ്റ്റിയും നല്ല കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സ്കൂൾ തന്നെയാണ്. അങ്ങനെ അവൻ ഒരു വണ്ടി എടുക്കും, അത് കഴിഞ്ഞിട്ട് അടുത്ത വണ്ടി എടുക്കും, അങ്ങനെ മാറി എടുത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവനെന്തായാലും ഈ സ്കൂൾ ഒത്തിരി ഇഷ്ടമായി. കാര്യം ഒരു കുഞ്ഞ് അംഗൻവാടിയിൽ നിന്ന് ഒരു വലിയ സ്കൂളും ഇത്രയൊക്കെ കണ്ടപ്പോൾ ഉള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റും സന്തോഷമൊക്കെ തന്നെയാണ്. അപ്പം പപ്പയും അവൻ്റെ ആ ഒരു പരിപാടികളൊക്കെ ഇന്ന് വീഡിയോ എടുക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ പാരൻസ് മീറ്റിംഗ് തുടങ്ങി. അപ്പോൾ പ്രെയർ സോങ് ഒക്കെ തുടങ്ങാനായിട്ട് നിൽക്കുകയായിരുന്നു കേട്ടോ.
കുഞ്ഞു പിള്ളേർ തന്നെയാണ് പ്രൈം സോങ് പാടിയതൊക്കെ. ഞാൻ നോക്കിയപ്പോഴത്തേക്കും കുഞ്ഞു പിള്ളേർ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ അതിനിടയിൽ ഇവിടെ കേക്ക് കട്ടിങ് നടക്കുന്നു, ബർത്ത്ഡേ അങ്ങനെ എങ്ങോട്ടാണ് മമ്മി പറഞ്ഞത്. ആ സമയത്ത് ഞാൻ ശ്രദ്ധിച്ചില്ല, കാര്യം മോൻ അന്നേരം ടോയ്സ് എടുക്കാൻ വേണ്ടി പുറകിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പിള്ളേരുള്ളത് കൊണ്ട് തന്നെ തമ്മിൽ വണ്ടിയൊന്നും കൊണ്ടിട്ട് ഇടിക്കാതിരിക്കാൻ ഞാൻ അങ്ങോട്ട് പോയി കേട്ടോ. അപ്പോൾ ബർത്ത്ഡേ സെലിബ്രേഷൻ അങ്ങനെ കണ്ടുണ്ടായിരുന്നു. അങ്ങനെ കേക്കൊക്കെ കിട്ടി, കേക്കൊക്കെ കഴിച്ചു. കേക്കൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയാണ്. ഞാൻ പറഞ്ഞു കേക്ക് കഴിച്ചില്ലെങ്കിൽ ടീച്ചർ സ്കൂളിൽ ഇരിക്കണ്ടെന്നൊക്കെ പറയുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ കഴിപ്പിക്കുന്നത് കേട്ടോ. സ്കൂളിൻ്റെ പേരൊക്കെ പറഞ്ഞാണ് എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിപ്പിക്കുന്നത്. അങ്ങനെ ഇതേ ഇപ്പം പിള്ളേർക്ക് ഫസ്റ്റായിട്ട് വന്നതല്ലേ, അപ്പോൾ അവർക്ക് കുഞ്ഞ് ഗിഫ്റ്റൊക്കെ കൊടുക്കുകയാണ്, മിഠായിയൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അവൻ്റെ പേരും വിളിച്ചു. അപ്പം ഞാനിങ്ങനെ ഇരിക്കണം. അപ്പോഴാണ് അതേ അവിടെ ഒരു ചേട്ടനെ കണ്ടത്. ഞാൻ പോകുന്ന ജിമ്മിൽ അവിടെ വർക്കൗട്ട് ചെയ്യാൻ വരുന്നൊരു ചേട്ടനായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ആ ചേട്ടൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു എന്ന് തോന്നുന്നു. കാര്യം ഞാൻ അവിടെ ആ വീഡിയോക്കകത്ത് കണ്ടപ്പോഴത്തേക്കും അവരാണ് അവിടെ നിൽക്കുന്നത് കണ്ടത്. ഞാൻ ശ്രദ്ധിച്ചില്ല, അതാണ് സംഭവം. അങ്ങനെ പ്രിൻസിപ്പൾ അവന് ഗിഫ്റ്റ് കൊടുക്കുകയാണ്. ദേ ക്രൗണൊക്കെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ദേ മിഠായിയൊക്കെ കിട്ടി, നല്ല സന്തോഷമായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മിഠായിയൊക്കെ വാങ്ങി ഗിഫ്റ്റൊക്കെ വാങ്ങി പോവാണ് കേട്ടോ. ഈ ടീച്ചർ എന്നെ BFM സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ BFM സ്കൂളിലാണ് പഠിച്ചത്, പരശയ്ക്കലുള്ള. ആ ടീച്ചറിനെ എനിക്ക് ആദ്യമേ കണ്ടപ്പോൾ മനസ്സിലായി, പിന്നെ ആ തിരക്കായതുകൊണ്ട് പിന്നീടാണ് ഞാൻ പോയി സംസാരിച്ചത് കേട്ടോ. അപ്പോൾ മിഠായും ഗിഫ്റ്റൊക്കെ കിട്ടിയ പാടെ അവൻ ഒറ്റ ഓട്ടമായിരുന്നു കേട്ടോ പുറകിലോട്ട്. കാര്യം അടുത്ത ടോയ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഓടിയത്. പിന്നെ നമ്മൾ ആ ഹോളിൽ നിന്ന് പുറത്തിറങ്ങി അടുത്തിട്ട് ക്ലാസ് റൂമിലോട്ട് പോവായിരുന്നു. അങ്ങനെ അത് ഇറങ്ങിയപ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞ കാര്യം ഈ ക്രൗണൊക്കെ വെച്ചിട്ടൊരു ഫോട്ടോ എടുക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ക്ലാസ്സിലേക്ക് പോവാണ് സുഹൃത്തുക്കളെ. അങ്ങനെ അവൻ എക്സൈറ്റഡ് ആയിട്ട് ക്ലാസ്സിലേക്ക് പോകാനുള്ള തിരക്കിലാണ്. അപ്പം ഇതേ നമ്മൾ ക്ലാസ്സിൻ്റെ ഫ്രണ്ടിലെത്തി കേട്ടോ. പിള്ളേരൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു. കുറച്ച് പിള്ളേരൊക്കെ കുഴപ്പമില്ലാതിരിക്കുകയായിരുന്നു, പക്ഷേ കുറേ പിള്ളേരൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു. ആ കരച്ചിൽ കണ്ടിട്ട് അവനൊരു സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ PKG പേൾസ് എന്നാണ് ഇവരുടെ ക്ലാസ്സിലെ ആ ഒരു പേര്. ഓരോ ക്ലാസ്സിനും ഇങ്ങനെ പേരുണ്ട് കേട്ടോ, LKGക്കായാലും UKGക്കായാലും ഒക്കെ. അങ്ങനെ ക്ലാസ്സൊക്കെ നല്ല ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അവന് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു കേട്ടോ അവൻ കയറിയപ്പോഴത്തേക്കും. കാര്യം അവൻ അത്ര ഇൻട്രസ്റ്റോടെ എക്സൈറ്റഡ് ആയിരുന്നു വന്നതാണല്ലോ, അതുകൊണ്ട് തന്നെ അവന് വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ പിള്ളേരൊക്കെ കരയുന്നത് കണ്ടിട്ട് അവന് സങ്കടം ഉണ്ടായിരുന്നു. കാര്യം അവൻ്റെ ആ മുഖത്തത് കാണാൻ വേണ്ടി. എന്നിട്ടും അവൻ നമുക്ക് ബൈ പറഞ്ഞ് വിടുകയാണ് ചെയ്തത്. സങ്കടം ഉണ്ടെങ്കിലും ബൈയൊക്കെ പറഞ്ഞ് ഫ്ലൈങ് കിസ്സൊക്കെ തന്ന് വിട്ടു കേട്ടോ. അപ്പോൾ പിള്ളേരൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു. കുഴപ്പമില്ല, കുറച്ച് കഴിയുമ്പോഴത്തേക്കും എല്ലാം ശരിയാവും. ഇപ്പം പിള്ളേർ കഴിയുമ്പോൾ പാരൻസിനെ വിട്ടിട്ട് പോകാനൊക്കെ ഭയങ്കര സങ്കടമായിരിക്കുമല്ലോ, അതാണ് നിങ്ങളിവിടെ കാണുന്നത്. അവരൊക്കെ കരഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ പാരൻസൊക്കെ അവിടെ കുറച്ച് നേരം നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ടീച്ചേഴ്സ് പറഞ്ഞു പൊക്കോ, കുഴപ്പമില്ല, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ശരിയാവും. അപ്പോൾ ആൻറ്റിമാരൊക്കെ ടീച്ചേഴ്സ്മാരൊക്കെ ഇങ്ങനെ കരയുന്ന പിള്ളേരെ എടുത്ത് ഇങ്ങനെ സമാധാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് പിള്ളേർ തന്നെ കരയുന്നുള്ളൂ, അധികം ആരും കരയുന്നില്ല. പിന്നെ ചിലരൊക്കെ ആണെങ്കിൽ പാരൻസ് കൊണ്ടിരുത്തിയിട്ട് പോകുന്നു എന്ന് കാണുമ്പോഴാണ് കരയുന്നത് കേട്ടോ. അങ്ങ് ദേ ബാക്കിൽ നമ്മുടെ കുട്ടിക്കുറുമ്പൻ ഇരിക്കുന്നുണ്ട്. അപ്പം ബാക്കിലാണ് സീറ്റ് കണ്ടുപിടിച്ചത് കേട്ടോ. ഇനി ബാക്ക് ബെഞ്ചർ ചട്ടമ്പി ആവുമോ എന്നുള്ള കാര്യമൊന്നും അറിയത്തില്ല. എന്തായാലും ബാക്കിലാണ് സീറ്റ് കണ്ടുപിടിച്ചത്. ഇടയ്ക്കൊന്നും വന്നിരിക്കുന്നുണ്ടായിരുന്നു, ഏറ്റവും ബാക്കിൽ പോയിരുന്നത്. ഞാൻ പിന്നെ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. ഇന്ന് വൈകിട്ട് തിരിച്ചു വരുമ്പോൾ അവനെ സ്കൂൾ ബസ്സിൽ ആക്കാമെന്നാണ് വിചാരിച്ചത് കേട്ടോ. സ്കൂൾ ബസ്സിൽ ആക്കുന്ന നേരം തന്നെ ഞാൻ പറഞ്ഞിട്ട് വന്നത്. പക്ഷേ അവസാനം എന്തുവാ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവനെ പുതിയ കൊച്ചല്ലേ, അപ്പോഴത്തേക്ക് അതിനെപ്പറ്റി അറിയത്തില്ലായിരുന്നു. അവനെ സെക്കൻഡ് ട്രിപ്പിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇരുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ 2 ട്രിപ്പുണ്ട്. അപ്പോൾ സെക്കൻഡ് ട്രിപ്പ് അപ്പോൾ ഒത്തിരി ലേറ്റാവും. അപ്പോൾ ഇവിടെ അടുത്തായതുകൊണ്ട് തന്നെ ഞാൻ പോയി വിളിച്ചിട്ട് വന്നു. അപ്പോൾ എനിക്കിപ്പോൾ ക്ലാസ് ഉള്ളതുകൊണ്ട് എനിക്കൊന്നും പോയി വിളിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇപ്പോൾ തൽക്കാലം അവനെ ഞാൻ സ്കൂൾ ബസ്സിൽ വിട്ടത്. അപ്പോൾ എൻ്റെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കിപ്പം കൊണ്ടുപോയി അവനാക്കിയിട്ട് വിളിച്ചിട്ട് വരാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ എല്ലാം വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. നാളെ മുതൽ ഫസ്റ്റ് ട്രിപ്പിൽ തിരിച്ചു വരുമ്പോൾ വിടാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇന്ന് തിരിച്ചു വന്നത് സ്കൂൾ ബസ്സിലായിരുന്നില്ല. അപ്പം നാളെ നമ്മൾ അവനെ സ്കൂൾ ബസ്സിൽ വിടും, അതുപോലെ തിരിച്ചു വരും. അങ്ങനെ അവൻ്റെ സ്കൂളിലെ ഫസ്റ്റ് ഡേ ഇങ്ങനെയായിരുന്നു കേട്ടോ. എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട് ആഗ്രഹിച്ച സ്കൂളിലൊക്കെ ചേർക്കാൻ പറ്റിയതിൽ. പിന്നെ ഇവിടെ കരച്ചിലും ബഹളമൊക്കെയാണ് കേട്ടോ. ഞാൻ അതിൻ്റെ ഓളി ഇട്ട് തരാം. ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് കൊണ്ടാണ് ഇതിൻ്റെ വീഡിയോയുടെ വോളിയം കുറച്ചിട്ടിരുന്നത്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് ആദ്യമായിട്ട് സ്കൂളിൽ പോയ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ബായ്. ഇനി ബാക്കി നാളെ ഒരു വീഡിയോ ഉണ്ടായിരിക്കും. അപ്പം ബാക്കി നാളെ കാണാം. ബായ്.